അപ്പൊ ഇന്ന് നമ്മളൊരു ഡ്രോയിങ് ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ഒരുപാട് ചാലഞ്ചുകൾ കാണുമ്പോൾ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ഞങ്ങൾക്ക് ഇതുപോലെ ചാലഞ്ച് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ എക്സാം വരാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു കുറച്ച് ഫണ്ണാവാന്ന് വെച്ചു അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് എടുക്കും. ഓക്കെ, അപ്പൊ സപ്പോസ് ഇതാണെന്ന് വിചാരിക്കുന്നത് റിമോട്ട് ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിക്ചർ നമ്മൾ വരയ്ക്കണം. ആരാണ് ഇത് ഏറ്റവും ഒരുവിധം നന്നായി വരച്ചിട്ടുള്ളത് അവരായിരിക്കും വിന്നർ. ഓക്കെ, അതില് ഞാൻ 3 മിനിറ്റിന്റെ ടൈമർ ഫോണിൽ വെക്കും. അതിനുള്ളിൽ വരച്ച് തീർക്കണം കേട്ടോ. അപ്പൊ ടോട്ടൽ 5 ഐറ്റംസ് ആണ് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, അപ്പൊ നമ്മള് കളേഴ്സ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ. ഞങ്ങൾ എല്ലാവരും ടോട്ടൽ 10 കളേഴ്സ് എടുത്തിട്ടുണ്ട്. സെയിം ടു സെയിം കളേഴ്സ് 10 എണ്ണാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ എന്തിട്ട് എടുത്തിരിക്കുന്നത് നമ്മള് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, പെൻസിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ വേഗം തന്നെ നമ്മുടെ ചാലഞ്ചിലോട്ട് പോയാലോ? ഓക്കെ, റെഡി? അത് റെഡി? രണ്ടുപേരും റെഡിയാണോ? എന്നോട് പറയ റെഡിയാന്ന്. റെഡി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുവരെ ഇവര് എന്ത് ഒബ്ജക്ട്സ് ആണ് ഞാൻ വരയ്ക്കാൻ കൊടുക്കാൻ പോണേന്ന് കണ്ടിട്ടില്ല. ഞാനിപ്പോ അതായത് വീട്ടിലുള്ള നോർമൽ ഐറ്റംസ് നമ്മൾ എടുക്കാൻ പോണേട്ടാ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയണത് ഇതാണ്. കുട്ടിക്കൂറാണ്. ഈ പൗഡറിന്റെ ഡബ്ബയാണ് നമ്മൾ എടുത്തത്. പാട്ട് പറഞ്ഞോണ്ട് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതില് 3 മിനിറ്റിന്റെ ടൈമർ വെക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണണ്ടാവില്ല, അപ്പൊ ഞാൻ വെക്കാൻ പോവാണ്. ഓക്കെ, റെഡി? എല്ലാവരും പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ചെയ്തോട്ടെ. കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. റെഡി, സ്റ്റഡി, ഗോ. നോക്കാവോ? ഇവിടെ ഇരിക്കും, താഴ്ത്തിരിക്കും. കളത്തരാ വാർക്കരില്ലാട്ട എന്റെ വെച്ചേക്കോ. അയ്യോ, നിന്നോട് ആരാ കൊറേ നേരം കളിക്കാൻ പറഞ്ഞ? ഓക്കെ, കുട്ടി കൂറാന്ന് ചേച്ചിയുടെ കുറച്ച് നന്നാവണ്ടായിരുന്നു. ചേച്ചി സ്ലോ അടിക്കാൻ പറ്റില്ല. ശരി, ഒഴിച്ചിട്ട് നല്ല പെപ്സിക്കാന്റെ പോലെ. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ്. ഒരു വൈറ്റ് ആൻഡ് റെഡ്. ഇത്രയ്ക്കൊന്നും തളിച്ചിട്ടാ മതി. ഈ ഒരു ചെടിയാണ്. ഇതേപോലെ എക്സാക്ട് അല്ല, ഏകദേശം ഇതുപോലെ ഇരിക്കുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനിവിടെ നമ്മുടെ ഓബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ടൈം ഓവർ. നമ്മുടെ പിക്ചർ നമുക്ക് കാണിക്കാം. അല്ല, അത് ഇന്ത്യ വിസിബിലിറ്റി കൂടുതൽ മഞ്ഞ. എന്റെ കറക്റ്റ് കളറായില്ല. പച്ച ശരിയല്ല, പക്ഷെ എന്റെ കളർ സെറ്റായി. നിങ്ങളുടെ രണ്ടൊരു കളർ കറക്റ്റ് ആയിരുന്നു അല്ലേ? ശരിയാ. എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത ഐറ്റം ഈ ഒരു ഹെയർ ബാൻഡ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ടൈം പറ്റുമ്പോ പറയാം. പറ്റില്ല, നീ ഔട്ടാക്കി. നീ സമയം കഴിച്ചിട്ട് വരച്ചു. നമ്മള് വരച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാധനമായിരുന്നു, ഹെയർ ബോ. അപ്പൊ ഇത് എത്രത്തോളം സാമ്യം ഉണ്ട് നമുക്ക് നോക്കാം. എന്റെ കോളായി. നീ എന്താ മുഴുവൻ വരച്ചിട്ടില്ല? എത്ര അടുത്തേക്ക് കൊണ്ടുപോലേ? ഫുൾ കളർ അടിക്കാൻ പറ്റില്ല. ഇതില് ഏകദേശം കറക്റ്റ് അയക്കണത് റോസുവിന്റെ. കാരണം അവളെ പോക്കാ ഡോട്ട്സ് ഒക്കെ നല്ല എന്റെ കോളായി. എന്റെ എല്ലാരും കളറിങ് ഫുൾ കംപ്ലീറ്റ് ചെയ്തവളുടെ. എന്റെ ആണെങ്കിൽ ആ സാധനം ഇട്ടിട്ട് പരസ്പരം ബന്ധമില്ല. ശരിക്കും
കളറ് ശരിയായി. എന്റെ ഇത്തിരി വന്നില്ലേ? ഓ കൊണ്ടോട്ടെ. നിന്റെയും നല്ലായിരുന്നു, പക്ഷെ നീ കളർ ചെയ്ത് തീർന്നില്ല. ആ പക്ഷെ ഓ ഇസബില് കറക്റ്റ് വരച്ചതായിരുന്നു കേട്ടാ. പാവം നല്ല അതിന്റെ എടുക്കാം. So we are going to draw this cup. ഈ ഒരു കപ്പാണ് നമ്മൾ വരയ്ക്കണേ. ഇതിന്റെ ഒരു സൈഡ് വരച്ചാൽ മതി, മുഴുവനൊന്നും വരയ്ക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. കപ്പോട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കാം. റെഡും ബ്ലൂവും കോമ്പിനേഷൻ ഒരു കപ്പാണ്. കപ്പ് ചില്ലാണ്, പൊട്ടിയാൽ കാശ് പോവും. അതുകൊണ്ട് തറക്കി കഴിഞ്ഞിരിക്കുന്നു. ഗ്ലാസുകളും പടങ്ങളും എല്ലാവരും മറച്ചു പിടിക്കാം. പറയുമ്പോ കാണിക്കുക. റെഡി. നമ്മളപ്പോ വരച്ചോണ്ടിരുന്നത് ഈ ഒരു ഗ്ലാസ് ആണ്. ഇതാണ് തിരിച്ചു പിടിച്ചിരുന്നത്. റെഡി. ഗ്ലാസ് ആരാണ് നന്നായി വരച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. നിങ്ങളെന്നെ നോക്കിട്ട് പറഞ്ഞോ ആരുടെ നല്ല കറക്റ്റ് ആയിക്കളെ. കറക്റ്റ് അതുപോലെ ചേച്ചിക്ക് റെഡി. നമ്മുടെ പിക്ചേഴ്സ് എല്ലാം വരച്ചു. അപ്പൊ നമുക്ക് ഒരു ചാൻസും കൂടിയാണുള്ളത്. ലാസ്റ്റ് 1 പേപ്പർ ആണുള്ളത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം അടുത്തത് കുഞ്ഞി ഐറ്റം ആണ്. കുഞ്ഞി സാധനമാണ്, പക്ഷെ നല്ലൊരു ഭംഗിന്റെ കാണാൻ. ഈ ഒരു കരടിക്കുട്ടന്റെ മുഖമുള്ള ഒരു സ്ലൈഡാണ് നമ്മുടെ ഡ്രോയിങ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡ്രോ ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ ഇത് ഒരെണ്ണം ഇവിടെ സൈഡിൽ വെക്കാം. പിടി വെക്കുന്നു. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. സമയം കഴിഞ്ഞു. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന്റെ പേരൊക്കെ അന്ന് എഴുതാണ്ട. റെഡി. ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. അപ്പൊ നമ്മള് വരച്ചത് നമുക്ക് കാണിച്ചു കൊടുക്കാലോ. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമ്മള് 3 പേരും കരടിക്കുട്ടനെ വരച്ചിട്ടുണ്ട്. അപ്പൊ റോസുവിന്റെ അളവ് വരച്ചത് കൃത്യമായിട്ട് ആ സ്ലൈഡിന്റെ അളവിനെ വരച്ചിരിക്കണേ. എന്റെ വരച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കറക്റ്റ് അല്ല. ചെവിയുടെ ഭാഗത്തൊക്കെ തെറ്റുണ്ട്. ഈ സൈഡ് അന്ന് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരച്ചിരിക്കുന്നത്. റോച്ചുവിന്റെ അളവിൽ നോക്കുമ്പോ കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് 3 പേര് ഏകദേശം നന്നായിട്ട് തന്നെ ഇത് വരച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കുഞ്ഞു സാധനം ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ല. റോസ് വരച്ചത് പക്ഷെ നല്ല കുഞ്ഞാക്കി വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു മത്സരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് റോസിനെയാണ്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ? എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഈ ചെടി വരച്ചത്. ഓക്കെ, റോസ് വരച്ച റോസിന് ഏത് ഇഷ്ടപ്പെട്ടെ? റോസ് ഫസ്റ്റ് വരച്ച സമ്മാനം ആണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഞാൻ വരച്ചത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടെഡി ബെയറിന്റെ സ്ലൈഡാണ്. ഓവറോൾ നോക്കുമ്പോ ആദ്യത്തെ റൗണ്ടില് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന എനിക്കായിരുന്നു ഈ കുട്ടിക്കൂറയുടെ പിക്ചറിന് 1. രണ്ടാമത്തെ ഇതില് ഇസക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. 3ാമത്തെ റൗണ്ടില് റോസുവിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ റൗണ്ടില് ഇസക്ക് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. 5ാമത്തെ റൗണ്ടിലും ഇസക്കാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് ഒറ്റനും പോയിന്റ് കുറവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും 1 പോയിന്റ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ള. ബട്ട് വി ആർ ഹാപ്പി അല്ലേ? 1 പോയിന്റ് കിട്ടിയാലും ഞങ്ങൾ ഫസ്റ്റ് എത്തിയാള് ചേച്ചി കഴിയാണ്. ഫസ്റ്റ് കിട്ടിയാൽ നമുക്ക് ചേച്ചിക്ക് വേണ്ടി ക്ലാപ്പ് അടിച്ചാലോ വെച്ചു. അവള് കുഞ്ഞാണ്, എന്നാലും അവൾക്ക് പറ്റണ പോലെ ഞങ്ങളുടെ ഒപ്പത്തിന് അവള് മത്സരിച്ച് ഒരെണ്ണത്തിന് ഫസ്റ്റും മേടിച്ചു. അപ്പൊ സോ വെരി ഗുഡ് ആയി. ഈസി ആണെങ്കിൽ എന്നേലും അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അവള് നന്നായി പടം വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു കോമ്പറ്റീഷൻ വെച്ചപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുന്നു. ഞാൻ ഇതിന് നന്നായി വരയ്ക്കാൻ പറ്റുന്നു വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിരക്ക് പിടിച്ച് ഫ്ലോപ്പ് ആക്കിയിട്ട് പറയാം. ഞാൻ എല്ലാ പിക്ചേഴ്സും 2 മിനിറ്റോട് വരച്ചു തീർത്തു. അതുകൊണ്ടാണ് എന്റെ കൊളായത്. അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കായിരുന്നു. എനിവേസ്, അപ്പൊ ഇന്നത്തെ മത്സരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളും ഈ ചാലഞ്ച് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? ഇഷ്ടപ്പെടില്ലേ നിങ്ങൾക്ക്? നിങ്ങള് അതന്നെ. അപ്പൊ അടുത്ത വട്ടം നിങ്ങള് ചാലഞ്ച് ഇങ്ങനെ ചെയ്തിട്ട് ഞങ്ങളോട് പറയണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. 4, 5, 6 എന്നാ പഠിക്കും. റെഡി 1 പറയുമ്പോ ഒരുമിച്ച് പറയണം കേട്ടാ. റെഡി 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 റെഡി. ഹോസ്പിറ്റലിൽ നടക്കിലിരിക്കാൻ നല്ലത്. കാരണം അതെ നമുക്ക് നമ്മൾ 3 പേരും ഫോട്ടോ എടുക്കണ്ടേ? മറന്നുപോയി. മുട്ട അതുകൊണ്ടാ തുറക്കണേ. വേണ്ട, 3 കളർ 4 കളർ സാധനം. ഓക്കെ, ഇങ്ങനെ കാണിച്ചാൽ ഞാൻ പുറത്താപ്പിട്ട് വിളി. 1, 2, 3, 4, 5 ഒരെണ്ണം മതി. എനിക്ക് ഓട്ടിൽ കയറണ്ട. എനിക്കറിയാം നോക്കിയാൽ 3 എണ്ണം ഉണ്ട്. എനിക്കിത് അല്ല, എനിക്ക് ഒരെണ്ണം വേണം.
റോസ് പല്ലതാ. ഇതൊക്കെ മുറിച്ചില്ലേ? എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. ഇനി 2 പേര്